അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് 31. മിഷ്കാത്ത് എന്ന പള്ളി ദർസിലും കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന കിതാബിന്റെ 30 ബാബു കിതാബുൽ റിഖാഖ് എന്ന കിതാബിലെ ബാബു തവക്കുലി വസ്സബ്രി എന്ന അധ്യായത്തിൽ 7-ാമത്തെ ഹദീസ് മുതലാണ് 31-ാമത്തെ ഈ ഭാഗം ആരംഭിക്കുന്നത്. ഇതിന്റെ മുമ്പ് 30 ഭാഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് വേണ്ടതുപോലെ മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. 7-ാമത്തെ ഹദീസ് വഅൻ അബീ ദർ റളിയല്ലാഹു അൻഹു. അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഹാദത്തു ഫിദ്ദുനിയ, ദുന്യാവിലുള്ള സുഹൃദ് എന്നാൽ അഥവാ ദുന്യാവിനെ ആഗ്രഹിക്കലിനെ ഉപേക്ഷിക്കുക എന്നാൽ ലൈസത്ത്, അതല്ല, ആ ദുന്യാവിനെ ആഗ്രഹിക്കലിനെ ഉപേക്ഷിക്കുക എന്നതല്ല, തഹ്രീമുൽ ഹലാലി, ഹലാലിനെ ഹറാമാക്കലല്ല. ഹലാലായ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്, അത് ഹറാമാക്കലല്ല സുഹൃദ്. മാംസം ഭക്ഷിക്കാം, നല്ല പുതിയ വസ്ത്രം ധരിക്കാം, ഇതൊക്കെ അനുവദനീയമാണ്. അത് ഹറാമാക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്യലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കലോ അല്ല സുഹൃദ്. വലാ ഇളാഅത്തുൽ മാലി, മുതലിനെ നശിപ്പിക്കലും അല്ല. ഒന്നുകിൽ സമുദ്രത്തിൽ കൊണ്ടുപോയി അതിനെ എറിഞ്ഞു കളയുക, അല്ലെങ്കിൽ ധനികന്റെയും ദരിദ്രന്റെയും ഇടയിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ അതിനെ വിതരണം ചെയ്യുക. 2 വിഭാഗത്തിനും ഇതൊന്നുമല്ല. എന്ത് ഇളാഅത്തുൽ മാലാണത്. ഇതൊന്നും സുഹുദ് എന്ന് പറയാൻ പറ്റുകയില്ല. വലാകിന്ന സഹാദത്തു ഫിദ്ദുനിയ, പിന്നെ ദുന്യാവിലുള്ള സുഹുദ് എന്നാൽ അല്ലാ തകൂന ബിമാ ഫീ യദൈക, നിന്റെ കയ്യിലുള്ള ഒന്നിൽ നീ ആവാതിരിക്കലാണ്. അല്ലാ തകൂന, നീ ആവാതിരിക്കലാണ്. ബിമാ ഫീ യദൈക, നിന്റെ കയ്യിലുള്ള ഒരു സമ്പത്തിന്റെ കാര്യത്തിൽ. ഔസക, ഏറ്റവും ഉറപ്പുള്ളവനാവാതിരിക്കലാണ്. ബിമാ ഫീ യദില്ല, അല്ലാഹുവിന്റെ അരികെ ഉള്ളതിനേക്കാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ കിട്ടിയത് മാത്രമാണ് നമുക്കുള്ള സമ്പത്ത് എന്ന് മനസ്സിലാക്കരുത്. നമുക്ക് സമ്പത്ത് തരുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ഇത് ഞാൻ സദഖ ചെയ്താൽ ഇനിയിപ്പോ എന്റെ ഭാവി എങ്ങനെയാകുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം. അതുപോലെ മുസീബത്ത്, ഒരു വിപത്തുണ്ടായി, പരീക്ഷണമുണ്ടായി, ആ പരീക്ഷണത്തിന്റെ പ്രതിഫലത്തിൽ നീ അവലാണ്. ആവാതിരിക്കലാണ്. ഇതാന്ത മുസീബത്ത, നിനക്ക് ബിഹാ വിപത്തെത്തിയാൽ, അതിൽ ഏറ്റവും ആഗ്രഹിക്കുന്നവനാവാതിരിക്കലാണ്. ലൗ അന്ന ഉബ്ഖിയത്ത് ലക, അത് നിനക്ക് വേണ്ടി ബാക്കിയാക്കപ്പെട്ടാൽ, നിന്നെ തൊട്ടതിനെ തടയപ്പെട്ടാൽ. ഒരു വിപത്ത് നമുക്കുണ്ടാകുമ്പോ അതിന്റെ പ്രതിഫലം നമുക്ക് ക്ഷമിച്ചാൽ അത് കിട്ടും. എന്നാൽ ഇതേപോലെയുള്ള വിപത്തുകൾ, ഒരുപാട് വിപത്തുകൾ ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ടാകും എന്ന ഒരു ചിന്തയിലായിരിക്കണം നാം എപ്പോഴും ഉണ്ടാവേണ്ടത്. റവാഹു തുർമുദി വ ഇബ്നു മാജ വഖാല തുർമുദി ഹദാ ഹദീസുൻ ഖരീബ്. ഇബ്നു മാജയും
തുർമുദി ഇമാം റളിയല്ലാഹു അൻഹുമായി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാനപ്പെട്ട തുർമുദി ഇമാം പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുള്ള അംറു ഇബ്നു വാഖിദ് റാവി, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അംറു ഇബ്നു വാഖിദ് എന്നവര് മുങ്കറുൽ ഹദീസാണ് എന്ന്, അതായത് ഈ ഹദീസ് ലഈഫാണ് എന്നർത്ഥം. ലഈഫാണെങ്കിലും ഫളായിലുൽ അഅ്മാലിന് ഈ ഹദീസ് ഉപയോഗിക്കാൻ പറ്റും. ഫളായിലുൽ അഅ്മാലിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് സുഹുദ് എന്ന കാര്യം. അതുകൊണ്ടാണ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. എട്ടാമത്തെ ഹദീസ് وعن ابن عباس رضي الله عنهما, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു വാഹനത്തിന്റെ മുകളിൽ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിന്നിൽ ഞാനുമായി കൊണ്ട് യാത്ര ചെയ്തു. ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. യൗമൻ, ഒരു ദിവസം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഇഹ്ഫദില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് അല്ലാഹുവിനെ ഒരു പെട്ടിയിലാക്കി വെക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ നീ സൂക്ഷിക്കുക, അല്ലാഹുവിന്റെ വിരോധനകളെ അതേ പ്രകാരം നീ ശ്രദ്ധിക്കുക, അത് ഒഴിവാക്കുക. അങ്ങനെ നീ ചെയ്താൽ അല്ലാഹ് നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ആഫത്തുകളെ തൊട്ടും വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ടും അല്ലാഹു നിന്നെ സൂക്ഷിക്കും, കാക്കും. അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക, അല്ലാഹുവിന്റെ ഹഖ്, അല്ലാഹുവിനോടുള്ള കടമ, അതിനെ നീ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അല്ലാഹുവിന്റെ ദിക്ർ ആവുക, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ ഉണ്ടാവുക, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക. അങ്ങനെ നീ ചെയ്താൽ തജിദുഹു തുജാഹക, അവന് അല്ലാഹു നിന്നെ തൊട്ടടുത്തുള്ളതുപോലെ നിനക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് 2-3 മർത്തബകളാണ്. ആദ്യം പറഞ്ഞത് മുറാഖബെ, രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് മഖാമുൽ മുശാഹദയാണ്, ഷാഹദയുടെ മഖാം. വൈദാ സഅൽത, നീ ചോദിക്കാൻ ഉദ്ദേശിച്ചാൽ ഫസ്അലില്ലാഹ്, അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹുവിന്റെ ഖജാന, എല്ലാ ഖജാനയുടെയും ഖജാനകളും അല്ലാഹുവിന്റെ അരികിലാണ്. അല്ലാഹ് ഇല്ലാത്ത ഒരാൾക്കും അവരുടെ നഫ്സിന് പോലും ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ സാധ്യമല്ല. മരണത്തിനെ പോലും അവരുടെ നിയന്ത്രണത്തിലല്ല. അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് മരിക്കണം എന്ന് കരുതിയാൽ അതിന് സാധിക്കുകയില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മനുഷ്യരായ ആളുകളെ പോലെയല്ല. അല്ലാഹു യഅ്ലബു ഇൻ തറക്ത, അല്ലാഹുവിനോട് ചോദിക്കലിനെ ഉപേക്ഷിച്ചാലാണ് അല്ലാഹു ദേഷ്യപ്പെടുന്നത്. എന്നാൽ മനുഷ്യരെ അവരോട് ചോദിക്കുമ്പോഴാണ് മനുഷ്യർക്ക് ദേഷ്യം ഉണ്ടാവുക. ജീവിതകാലത്ത് തന്നെ അങ്ങനെയാണ്. നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. നീ അറിയുക, അന്നൽ ഉമ്മത്തായി സമുദായമൊട്ടാകെ ഉമ്മത്ത് പ്രവാചകരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള ഉമ്മത്തൊട്ടാകെ ലവിജിത്തമായത്ത് അവരൊട്ടാകെ ഒരുമിച്ച് കൂടി അലാ യൻഫഉക, നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി, ബിശൈഇൻ, എന്തെങ്കിലും ഒരു ഉപകാരം. ലം യൻഫഉക, നിനക്ക് ഉപകാരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക, അല്ലാഹ് നിനക്ക് കണക്കാക്കിയ ഉപകാരം കൊണ്ടല്ലാതെ നിനക്ക് ഉപകാരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല.
ജനങ്ങളൊട്ടാകെ ഒരുമിച്ച് കൂടിയാൽ, ഉമ്മത്തൊട്ടാകെ ഒരുമിച്ച് കൂടിയാൽ, നിനക്കവര് ഒരു ഉപദ്രവം ചെയ്യാനും വിഷയം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അവര് നിനക്ക് ഉപദ്രവം എത്തിക്കുകയില്ല. നിന്റെ മേൽ അല്ലാഹു കണക്കാക്കിയതല്ല. കലമുകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ വറ്റുകയും ചെയ്തിരിക്കുന്നു. കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അഹ്മദ് മാനപ്പെട്ട ഇമാം അഹ്മദ് തുർമുദി റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 9ാമത്തെ ഹദീസ്. വഅൻ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ സആദത്തി ഇബ്നി ആദം, ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ്, അല്ലാഹു അവനിക്ക് വിധിച്ച എല്ലാ വിധികളെ കൊണ്ടും തൃപ്തിപ്പെടുക എന്നത് മനുഷ്യൻ വിജയിക്കാനുള്ള മാർഗമാണ്, അതിന്റെ ലക്ഷണമാണ്. ഒരു മനുഷ്യന്റെ പരാജയത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് ചോദിക്കുന്നതിനെ ഉപേക്ഷിക്കൽ. ഖൈറ് ഏതാണോ അത് നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇനി നിസ്കരിക്കുന്നില്ലെങ്കിൽ തന്നെ അള്ളാഹുവിനോട് ചോദിക്കണം. ഒരു മനുഷ്യന്റെ പരാജയത്തിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ദേഷ്യപ്പെടൽ, അള്ളാഹു വിധിച്ചതായ ഒരു വിധിയുടെ മേലിൽ അള്ളാഹു നമുക്ക് പ്രയാസമുള്ള ഒരു വിധി വിധിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ദേഷ്യപ്പെടുക എന്നത് മനുഷ്യന്റെ പരാജയത്തിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അഹ്മദ് തുർമുദിയും ഈ ഹദീസ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇമാം തുർമുദി എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഖാല, തുർമുദി ഇമാം പറഞ്ഞു, ഹാദാ ഹദീസുൻ ഗരീബുൻ, ഇത് ഗരീബായ ഹദീസാണ് എന്ന്. ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 32ാമത്തെ ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇത് നല്ല പ്രവർത്തനമായി അള്ളാഹു സ്വീകരിക്കട്ടെ. പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ പിതാവ്, മാതാവ് ഒക്കെ ഖബറുകളിലാണ്. അവരുടെ അർവാഹിലേക്ക് ഇതിന്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെയും അതുപോലെ ഇത് കേൾക്കുന്നവരുടെയും ഒക്കെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിൽ അംഗങ്ങളായ 2000-ത്തിലധികം ആളുകളുണ്ട്. അവർക്കും അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാ ഖൈറുകളും അള്ളാഹു നൽകുകയും എല്ലാവിധ ശർറുകളെ തൊട്ടും അവരെല്ലാം അള്ളാഹു കാക്കുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.